ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാം. പ്രോബബിലിറ്റി. എന്താ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള 100% ഷുവറുള്ള ഒരു കാര്യം നമ്മൾ എങ്ങനെ പറയാം. നമ്മുടെ വീട്ടിൽ വല്ല പാർട്ടിയൊക്കെ ഉണ്ടാകും, ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യും അല്ലേ. അവൾ വരാൻ സാധ്യതയുണ്ടോ? അവൾ വരും. അവളെ ക്ഷണിച്ചിട്ടില്ല, 100% ഷുവറാണ്, അവൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഒന്നുകിൽ നമുക്ക് ഡെഫിനറ്റ്ലി ചേർത്ത് പറയാം, അല്ലെങ്കിൽ സെർട്ടൺലി വെച്ച് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഷുവർ ദാറ്റ് എന്ന് വെച്ച് പറയാം, ഓർ ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ എന്ന് വെച്ച് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അവള് പാർട്ടിക്ക് വരും, എന്തായാലും അവള് പാർട്ടിക്ക് വരും, ഞാൻ ക്ഷണിച്ചിട്ടുള്ളതാ. എങ്ങനെ പറയും? ഷീ വിൽ സെർട്ടൺലി കം ടു ദ പാർട്ടി, അല്ലെങ്കിൽ ഷീ വിൽ ഡെഫിനറ്റ്ലി കം ടു ദ പാർട്ടി. അവൾ എന്തായാലും പാർട്ടിക്ക് വരും. ഷീ വിൽ ഡെഫിനറ്റ്ലി കം ടു ദ പാർട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ്സ് ഷുവർ ദാറ്റ് ഷീ വിൽ കം ടു ദ പാർട്ടി. ഉറപ്പാ, 100% ഷുവർ അവൾ പാർട്ടിക്ക് വരുമെന്ന്. ഓക്കെ. ഇനി വേറൊരു തരത്തിൽ നമുക്ക് പറയാം. എങ്ങനെയാ? ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ ഷീ വിൽ കം ടു ദ പാർട്ടി. അവൾ പാർട്ടിക്ക് വരുമെന്ന് ഒരു ഡൗട്ടും ഇല്ല, അത്രയ്ക്ക് ഷുവറാണ്, അവൾ വരും. ഇനി അവൾ വരുമെന്ന് 50% നമുക്ക് ഉറപ്പുള്ളൂ. അങ്ങനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒന്നുകിൽ നമുക്ക് ഐ തിങ്ക് അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ചേർത്ത് പറയാം, അല്ലെങ്കിൽ മേ ചേർത്ത് പറയാം കേട്ടോ. 50% മാത്രമേ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവള് വന്നേക്കാം, ഉറപ്പൊന്നുമില്ല. അതെങ്ങനെ പറയാം? ഷി മേ കം ടു ദ പാർട്ടി. ഷി മേ കം ടു ദ പാർട്ടി. അവള് പാർട്ടിക്ക് വന്നേക്കാം, ഉറപ്പൊന്നുമില്ല, 50% മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഐ തിങ്ക് ഐ എക്സ്പെക്ട് ഷി വിൽ കം ടു ദ പാർട്ടി. ഐ തിങ്ക് അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ഷി വിൽ കം ടു ദ പാർട്ടി. ഇനി അവൾ വരാനുള്ള സാധ്യത 50% താഴെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പെർഹാപ്സ് വെച്ച് പറയാം കേട്ടോ. എങ്ങനെ പറയാം? അപ്പൊ അവൾ വന്നേക്കാം. എങ്ങനെ പറയും? പെർഹാപ്സ് ഷി വിൽ കം ടു ദ പാർട്ടി. പെർഹാപ്സ് ഷി വിൽ കം ടു ദ പാർട്ടി. അവൾ വന്നേക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. അവൾ വരാൻ സാധ്യതയുണ്ടോ? അവൾ പാർട്ടിക്ക് വരാൻ സാധ്യതയുണ്ടോ? അതിന് നമുക്ക് ലൈക്ലി ടു വെച്ച് ചോദിക്കാം കേട്ടോ. എങ്ങനെയാ? ലൈക്ലി ടു. അപ്പൊ അവൾ വരാൻ സാധ്യതയുണ്ടോ? ഇസ് ഷി ലൈക്ലി ടു കം ടു ദ പാർട്ടി? അവൾ പാർട്ടിക്ക് വരാൻ സാധ്യതയുണ്ടോ? Is she likely to come to the party എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ചോദിക്കാം. ഡു യു തിങ്ക് വെച്ചിട്ട് ചോദിക്കാം കേട്ടോ. ഇങ്ങനെ അത് ഡു യു തിങ്ക് ഷീ വിൽ കം ടു ദ പാർട്ടി? ഡു യു തിങ്ക് ഷീ വിൽ കം ടു ദ പാർട്ടി എന്ന് ചോദിക്കാം. So thank you for watching and don't forget to subscribe, like and share my channel. Thank you.